ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ചിക്കൻ ഉണ്ണിയപ്പം ആണ് ഇന്നത്തെ റെസിപ്പി. അത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എല്ലുള്ള ചിക്കൻ എടുക്കുകയാണെങ്കിൽ വേവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ എല്ലെല്ലാം മാറ്റിയതിന് ശേഷം വേണം മിക്സിയിൽ അടിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഒരു പാൻ എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്. തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ്. അത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി 2 തണ്ട് കറിവേപ്പില, അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ നിറമാകുന്നിടം വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ചിക്കൻ നന്നായി വെന്ത് വറ്റിയിട്ടുണ്ട്. ഇതിനി ഒന്ന് തണുക്കട്ടെ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ചിക്കൻ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചിക്കൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പാനിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ, കറുകപ്പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. വേറെ ഗരം മസാല ഒന്നും ചേർത്ത് കൊടുക്കരുത്. ഇതിൻ്റെ കറുകപ്പട്ട പൊടിച്ചത് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി 2 മുട്ട എടുക്കണം. അതിൽ ഉപ്പിട്ട് കൊടുക്കണം. അതിൽ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1/4 കപ്പ് പാലാണ്. പാല് കുറേശ്ശെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാല് കൂടി പോകരുത്. ഈ പരുവത്തിൽ കലക്കിയെടുക്കണം പാല് ചേർത്തിട്ട്. ഇനി ഉണ്ണിയപ്പ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായി വന്നിട്ടുണ്ട്. ഇനി 1 സ്പൂൺ വീതം കോരി ഒഴിക്കണം. ഉണ്ണിയപ്പ ചട്ടിയിൽ എണ്ണ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഓരോ ഹോളിലും പകുതി ഭാഗം മാത്രമേ ഓയിൽ ഒഴിക്കാവുള്ളൂ. കാരണം മുട്ട ചേർന്നിട്ടുള്ളതുകൊണ്ട് ഇത് പതഞ്ഞ് നന്നായിട്ട് പൊന്തി വരും. നമ്മുടെ ഉണ്ണിയപ്പം ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ടെന്ന് തിരിച്ചു കൊടുക്കണം. പിന്നെ ചിക്കൻ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു സ്നാക്സാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.